ജിഷ മർഡർ കേസ് എന്ന കേരളം നടക്കിയ കേസാവട്ടെ ക്രൈം സ്റ്റോറിയുടെ മൂന്നാമത്തെ അധ്യായം. ജിഷ എന്ന 29 വയസ്സുള്ള നിയമ വിദ്യാർത്ഥി 2016 ഏപ്രിൽ 28-ന് അവളുടെ പെരുമ്പാവൂർ വീട്ടിൽ കൊലപ്പെട്ട് കിടന്നത് കേരളം നടുക്കത്തോടെയാണ് കേട്ടത്. അവളുടെ ശരീരത്തെ 30 തവണയാണ് ഒരു ദാക്ഷിണ്യവുമില്ലാതെ കൊലയാളി കുത്തിയത്. കൂടാതെ ശരീരത്തിൽ മദ്യത്തിന്റെ അംശം കണ്ടുകിട്ടി. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത സമയമായതുകൊണ്ട് തന്നെ കേസ് ആളിപ്പടർന്നു. ഒരു ആസാമി സ്വദേശി അയാളോടൊപ്പമുള്ള തൊഴിലാളിയെക്കുറിച്ച് ഉന്നയിച്ച സംശയം പോലീസിനെ സഹായിച്ചു. ആ വഴിതേടിപ്പോയി അവർ ചെന്നെത്തിയത് 24-കാരനായ അമീറുൽ ഇസ്ലാം എന്ന ആസാമി സ്വദേശിയിലേക്കാണ്. തമിഴ്നാട്ടിലുള്ള കാഞ്ചീപുരത്തിൽ നിന്നാണ് അവനെ അവർ അറസ്റ്റ് ചെയ്തത്. അമീറുൽ പറഞ്ഞ കഥ ഇതാണ്. എല്ലാ ദിവസവും ജിഷയുടെ ദിനചര്യ നോക്കി മനസ്സിലാക്കിയ അവൻ ഒരു ദിവസം അവളെ കടന്നാക്രമിക്കുന്നു. ഒടുവിൽ ആ ക്രൂരതയ്ക്ക് ശേഷം ജിഷ വെള്ളം ചോദിച്ചപ്പോൾ മദ്യം നൽകുകയും ചെയ്യുന്നു. DNA ടെസ്റ്റ് മാച്ച് ആവുകയും കൃത്യം ചെയ്യാനുപയോഗിച്ച കത്തി കിട്ടുകയും ചെയ്തതോടുകൂടി ആ കേസ് പോലീസുകാർ ഊട്ടിയുറപ്പിക്കുന്നു. ഗോവിന്ദച്ചാമിയെ പോലുള്ളവർക്ക് വേണ്ടി ഹാജരായ BA ആളൂർ വക്കീൽ പ്രതിക്ക് വേണ്ടി ഹാജരായി. ഒടുവിൽ കൊലപാതകം, ബലാത്സംഗം, ആയുധം കൈവശം വെക്കൽ എന്നീ കുറ്റകൃത്യത്തിന് അവന് കൊലക്കയർ വിധിച്ചു. ഇനിയും ജിഷമാർ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തൊരു കഥയുമായി വരുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം ക്രൈം സ്റ്റോറി.